നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാഴ്ച ഒന്ന് കാണാം ചേച്ചി. നമുക്ക് ആ കാഴ്ച വൈകാതെ തന്നെ കാണാൻ പറ്റും. എന്തായാലും അവള് കോടതിയിൽ വരട്ടെ. നമുക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അച്ഛൻ വഴി ചോദിപ്പിക്കാം. ഞാൻ ചോദിക്കാം അവളോട്. പൂജേച്ചിക്ക് മാത്രമല്ല ഞങ്ങൾക്കും ചോദിക്കാനുണ്ട് ചേച്ചി. ഈ വസന്തരങ്ങൾ അന്വേഷിക്കുന്ന ആ കമ്മീഷണറുടെ എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, വൈകാതെ തന്നെ കമ്മീഷണറുടെ വിവരവും അറിയാൻ പറ്റുന്ന അച്ഛൻ പറഞ്ഞ. എല്ലാ തെളിവുകളും നമ്മുടെ കൈ കിട്ടും. ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാം. എന്താ മാധുരി, ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ? പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലല്ലോ സർ, അതുകൊണ്ട് വരാത്ത. ഇപ്പോ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വന്നതാ. എങ്കിൽ പിന്നെ അകത്തേക്ക് വാ. അയ്യോ വേണ്ട, ഞാനിവിടെ നിന്നോളാം. അകത്ത് വന്ന ആ പ്രിയയെ കാണും. അവളെ കണ്ട ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. സാർ അവളോട് ക്ഷമിക്കുമായിരിക്കും. ഞങ്ങളുടെ വീട്ടിലാർക്കും അവളോട് ഒരു തരി പോലും ക്ഷമിക്കാനാവില്ല. അത്രയ്ക്ക് പാതകങ്ങളാ അവള് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിയത്. അവളെ കുറിച്ചൊക്കെ ഞാൻ അർജുനോട് പറഞ്ഞതാണല്ലോ. പൂജയ്ക്കും അത് മനസ്സിലായി. എന്റെ മുമ്പിൽ മറ്റു പോംവഴികളൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾ ആരും എന്നോട് വിഷമം വിചാരിക്കരുത്. ഒരു വൃദ്ധന്റെ അന്ത്യാഭിലാഷമാണെന്ന് കരുതിയാൽ മതി. ഈ അനാഥാലയത്തിൽ വരുന്ന ഓരോ കുട്ടിയെയും ഒന്നുപോലെയാണ് സ്നേഹിക്കുന്നത്. ആരോടും പക്ഷഭേദമൊന്നും കാണിച്ചിട്ടില്ല. ഇവിടെ വളർന്ന ഒരാൾ എന്റെ മുഖത്ത് നോക്കി ഞാൻ അവളോട് പക്ഷഭേദം കാണിച്ചു എന്നും അവളെ ഞാൻ ശ്രദ്ധിച്ചില്ല എന്നും വിളിച്ചു പറയുമ്പോൾ അവളെ സംരക്ഷിക്കുക എന്നല്ലാതെ മറ്റു വഴികളൊന്നും എന്റെ മുന്നിലില്ലായിരുന്നു.